മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച സീരിയലാണ് പത്തരമാറ്റ്. ഏഷ്യാനെറ്റിൽ വൻ വിജയമായി തന്നെ ഈ സീരിയൽ മുന്നേറുകയാണ്. പല താരങ്ങളും ഇതിൽ നിന്ന് വന്നും പോയുമൊക്കെ ഇരുന്നെങ്കിലും പത്തരമാറ്റ് സീരിയലിന്റെ ജനപ്രീതി ഒരിക്കലും മാറിയില്ല. ഒരു സീരിയലിനെ സംബന്ധിച്ചിടത്തോളം അതിലെ നായികമാരെക്കാൾ പ്രാധാന്യം ഒരുപക്ഷെ വില്ലത്തിമാർക്കായിരിക്കും. വില്ലത്തിമാരെ കിട്ടാനാണ് പ്രയാസം എന്ന് നമുക്ക് തോന്നാറുണ്ട്. എങ്ങനെയാണ് ഇത്രയും നല്ല വില്ലത്തിമാരെ കിട്ടിയത്? ലുക്കിലാണെങ്കിലും സൗണ്ടിലാണെങ്കിലും വേഷത്തിലാണെങ്കിലും ഒരു വില്ലത്തി ആറ്റിറ്റ്യൂഡ് തോന്നുന്നവരെ സീരിയലിൽ കാണുമ്പോൾ നമുക്ക് പറയാതെ തന്നെ അറിയാം ഇവർ വില്ലത്തിയാണെന്ന്. പത്തരമാറ്റ സീരിയലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ കാണുന്നവരുടെ നായികമാരാണെങ്കിലും നായകന്മാരാണെങ്കിലും വില്ലത്തിമാരാണെങ്കിലും നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഇവർ ഏത് കഥാപാത്രത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന്. ആ സീരിയലിലൂടെ നമ്മുടെ എല്ലാ മനസ്സിൽ നല്ലൊരു വില്ലത്തിയായി കൂടിയ ആളാണ് ജലജ. ജലധ സീരിയലിലെ പേരാണ് ജലജയെങ്കിലും യഥാർത്ഥ പേര് സ്മിത സാമുവൽ എന്നാണ്. പത്തരമാറ്റിന്റെ തുടക്ക സമയം മുതൽ തന്നെ വില്ലത്തിയായി അരങ്ങ് തകർത്ത സീരിയലിൽ തകർത്ത ഒരു നടി തന്നെയാണ് സ്മിത. എന്നാൽ ജലജ എന്ന വേഷത്തിൽ നിന്നും സ്മിത മാറുകയാണ് എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ, എന്താണ് കാര്യമെന്നൊക്കെ സ്മിത തന്നെ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടിയാണ് ഇത്. ഒരു ചെറിയ കുറിപ്പ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് പേരാണ് ജലജയെക്കുറിച്ചും ഞാൻ എന്തുകൊണ്ടാണ് ആ സീരിയലിൽ നിന്ന് മാറിയതെന്നും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കുറിപ്പ്. 3 വർഷത്തിലേറെയായി ഞാൻ ജീവൻ നൽകി ചെയ്ത കഥാപാത്രമായിരുന്നു. ഒരു പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് കൂടുതൽ കഥാപാത്രങ്ങൾ ചെയ്യണം. പുതിയ വേഷങ്ങളിലൂടെ എൻ്റെ കഴിവ് തെളിയിക്കണം. ഒരു മാസത്തിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ജോലി ചെയ്ത് ബാക്കി ദിവസങ്ങൾ വെറുതെ ഇരിക്കുന്നത് എനിക്ക് മാനസികമായി ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ജോലി ചെയ്യണം. ഒരു അഭിനേത്രിയായി വളരുകയും മുന്നോട്ട് പോവുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്നത് പ്രശസ്തിക്ക് വേണ്ടി മാത്രമല്ല, സ്വതന്ത്രരാകാനും കൂടിയാണ്. അതുകൊണ്ടാണ് മറ്റൊരവസരം സ്വീകരിക്കേണ്ടി വന്നത്. ആ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും എൻ്റെ സാഹചര്യം മനസ്സിലാക്കി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല. പിന്നീട് ജലജ എന്ന കഥാപാത്രത്തിൽ മറ്റൊരാൾ എത്തി. അതൊരു തീരുമാനമായിരുന്നു. അതിന് ഞാൻ ബഹുമാനിക്കുന്നു. എനിക്ക് വിഷമം തോന്നിയത് 3 വർഷം ചെയ്തൊരു കഥാപാത്രത്തിൽ നിന്ന് മാറുമ്പോൾ അത് എന്നെ അറിയിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹം മാത്രമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരോടും ഒരു പരിഭവവുമില്ല. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഒടുവിൽ നല്ലതിനായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോൾ അവതരിപ്പിക്കുന്ന സാര എന്ന കഥാപാത്രത്തെ നിങ്ങൾ ഹൃദയത്തോട് ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും കാലം എന്നെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എന്നും ആ സ്നേഹത്തിന് ഞാൻ കടപ്പെട്ടവളായിരിക്കും എന്നും സ്മിത തന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും പുതിയ കഥാപാത്രമായി പുതിയ ജലജയെ എത്തുന്നത് റിയയാണ്. ചെമ്പനീർ പൂവ് എന്ന സീരിയലിലൂടെ നമ്മൾ എല്ലാവരും അപ്പോഴും വില്ലത്തിയായി കണ്ട ചെമ്പനീർ പൂവ് സീരിയലിലെ വില്ലത്തിയായ അമ്മായിയമ്മയായ റിയയാണ് ഇപ്പോൾ ഈ സീരിയലിൽ പത്തരമാറ്റിലൂടെ നമുക്ക് മുന്നിലേക്ക് വീണ്ടും എത്തുന്നത്. ഇതൊക്കെ ആക്കിയത് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടത്തെ ഗോൾഡും ഒക്കെ റോൾഡ് ഗോൾഡ് ആണ്. എന്നിട്ട് ആൾക്കാർ ഇവിടെ പിടിച്ചു വെച്ചേക്കാണ്. കരഞ്ഞോ? കരയാൻ പെട്ടെന്ന് കരയാൻ പറ്റുമല്ലോ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ജലജ എങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയാലും അതിനകത്ത് ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും കോമഡി കണ്ടുപിടിക്കും. ആൾക്കാർക്ക് പ്രത്യേകിച്ച് നീന എന്ന് പറയുന്ന സാധനം വെച്ചാൽ ഭയങ്കര ഹ്യൂമർ സെൻസും പിന്നെന്താന്ന് വെച്ചാല് സിറ്റുവേഷൻ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ സംസാരിക്കുന്ന ടോണോ കുറച്ച് കാര്യങ്ങൾ വെച്ച് കറക്റ്റ് കണ്ടുപിടിക്കും. അതുകൊണ്ട് ഇത് എത്രത്തോളം ആക്ടിങ് സൂപ്പർ അല്ലേ? പറ്റും, നമുക്ക് നോക്കാം. ഓക്കെ, നീന ഞാനൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. നീന, എന്തുപറ്റി? ഞാനില്ലേ അക്കു പറഞ്ഞിട്ട് ഒരു ഇനാഗ്രേഷൻ വന്നു ഇവിടെ കടവന്ത്രയില്, മെഹർ ജ്വല്ലറി എന്ന് പറഞ്ഞു. എന്നിട്ട് അവരാണെങ്കിൽ ഇന്റർവ്യൂ ഇത് കഴിഞ്ഞപ്പോ ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ എന്നിട്ട് ഇവരാണ് റോൾഡ് ഗോൾഡ് ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചേക്കോ ഗോൾഡ്. അപ്പൊ ആരാണ്ടൊക്കെ ഇതൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോ ഇവർക്ക് മനസ്സിലായി ഇങ്ങനെ പറ്റിക്കലാന്ന്. അപ്പൊ ഇനാഗ്രേഷൻ ചെയ്ത് എന്നെ ഇവിടെ പിടിച്ചു വെച്ചേക്കുവാ. നീ എന്ത് ചെയ്യാനാ? ആരാ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇവിടെ കൊറേ നാട്ടുകാരെല്ലാം കൂടെ. വെറുതെ നീ എന്നെ ഫൂളാക്കാൻ നോക്കല്ലേ സ്മിത? സത്യം ചേച്ചി, സത്യം നീന. ഞാൻ വെറുതെ നീനെ വിളിക്കോ? വേറെ ആരും എനിക്ക് വിളിക്കാനില്ല. ഷെക്കില് ബാംഗ്ലൂരാണ്. ഇത് എവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? നാട്ടുകാരാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. നാട്ടുകാർ ഇവിടെ കടവന്ത്ര, പിന്നെ നമ്മള് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോകുമ്പോ മെഹർ. 1-ാം തീയതി കഴിഞ്ഞിട്ട് 7-ാം തീയതി 8-ാം തീയതി ആയിട്ടാ. നീ എന്നെ പറ്റിക്കലല്ലോ.
നീനാമ്മ എനിക്കിപ്പം പറ്റും. ഞാൻ നീനാമ്മ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വിളിച്ചിട്ടുണ്ടോ നീനാമ്മ? അപ്പൊ ഇപ്പം ആ ഷോപ്പിലാണോ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അതെ, എന്നെ ഷോപ്പിൽ. ഞാൻ ലൊക്കേഷൻ അയക്കട്ടെ? അല്ല, അപ്പൊ എന്താ ചെയ്യാൻ പറ്റും ഇപ്പൊ അതിന്? നമുക്ക് ആരോടാണ് സംസാരിക്കാൻ പറ്റുക? നീനാമ്മയ്ക്ക് ഒന്ന് വരാൻ പറ്റുമോ? എനിക്ക് ഭയങ്കര പേടിയാവുന്നു. എന്റെ കാലും കൈയും എല്ലാം വിറയ്ക്കുവാ. ഞാൻ കൊച്ചിയിലേ ഇല്ല, വൈക്കത്താ ഞാൻ. വൈക്കത്ത് പോയോ? ആ, വൈക്കത്തിനടുത്ത് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന. ഫ്രണ്ട് ഫാർ കസിൻ ആണ്, റിലേറ്റീവ് ആണ്. അവളുടെ വീട്ടിൽ വന്നിരിക്കുക. നീനാമ്മയ്ക്ക് വലിയ ആൾക്കാരെ എല്ലാം പരിചയമുണ്ടോ? ആരെയാണ് നമുക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ കൊടുക്കട്ടെ? അന്ന് ഇവിടുത്തെ ഒരാൾക്ക് കൊടുക്കട്ടെ? കൊടുക്കൂ. കൊടുക്കാം. ഹലോ 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 ഹലോ. ഇവരിവിടെ കള്ളത്തരം കാണിച്ചോണ്ടിരിക്കുക. അവരെന്താ കള്ളത്തരം കാണിച്ചത്? ഇവരുടെ പേര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാരും ഇവിടെ സ്വർണം വാങ്ങാൻ വേണ്ടി വന്നത്. ഇവിടെ വന്നപ്പോ ഇവിടെ ഫുൾ റോൾഡ് ഗോൾഡാ. ഇവരുടെ പേര് പറഞ്ഞില്ല, ഇവർ ഉദ്ഘാടനം ചെയ്തതല്ലേ ഉള്ളൂ. ആ, ഇവരാണല്ലോ. ഇവര് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഭാഷണമൊക്കെ നടത്തിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇവര് പറഞ്ഞു ഇവര് ഗോൾഡ് ശരിക്കുള്ള ഗോൾഡാ തരുന്നതെന്നും മണ്ണും പറഞ്ഞിട്ട് ഇവരൊന്നും പറഞ്ഞു. ഇവര് ആദ്യം അവിടെ ഗോൾഡിന്റെ ജ്വല്ലറിന്റെ ഉദ്ഘാടനത്തിന് വരുന്നതല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇവര് സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞത് ഇത് 100% ഗോൾഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വാങ്ങാൻ വന്നത്. ഇതാരാ സംസാരിക്കുന്നത്? നീന ഡാർലിംഗ്, ഞാൻ അക്കുവാണ്. എനിക്ക് മനസ്സിലായി. ചക്കര, ഞങ്ങള് ഒരു ഇന്റർവ്യൂലാണ്. നമ്മുടെ പ്രിയപ്പെട്ട ചാനലായ മൈൽ സ്റ്റോണും പിന്നെ ഷാജി പാപ്പാൻ, അപ്പം ഞാനും ജലജയും കൂടെ വന്നിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് വേറെ ആരും ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം ഇത്രയും സെൻസോടെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കള്ളിപ്പെണ്ണ് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കറക്റ്റ് ആയിട്ട് അങ്ങനെയല്ല. നീനാമ്മ പറയണേ ഏപ്രിൽ ഫുൾ കഴിഞ്ഞു. അല്ലല്ല, നീനയ്ക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറ്റിക്കില്ല എന്നുള്ളത്. അല്ലേ നീന? എനിക്കറിയാം, ഈ പറഞ്ഞ കഥ തീരെ രസമുള്ള കഥയല്ലായിരുന്നു. അല്ല, അതെ, അതിലവള് ഫെയിലാണ് നീന. ആ നീന, അല്ലെ ഞാൻ അങ്ങനെ ചെയ്യോ? അല്ലേ? അല്ല, നീ പോട്ടെ, ഇവളെ നാട്ടുകാരെ പിടിച്ചു വെച്ചിട്ട് അതിനിടയിൽ ഇവള് കരയുന്നേ. അതെങ്ങനെ അറിയോ? നീന ഞാനിങ്ങനെ അതെങ്ങനെയാ? എടാ അഭി, അവൾ ആദ്യം പറഞ്ഞ എങ്ങനെയാ വെച്ചാല് പ്രശ്നത്തിൽ പെട്ടു. ഞാൻ ഇത് ഏപ്രിൽ ഫുൾ. അത് ഞാൻ ഏപ്രിൽ ഫുൾ ഞാൻ നീനമ്മ കരച്ചില് പോയി. അതെ, കരച്ചില് പോയിട്ട് അവള് സാധാരണ എങ്ങനെ പറയൂ നീനാന്ന്? ഒരു സെക്കൻഡ് കൊണ്ട് കരച്ചില് പോയി. പിന്നെ അവള് സീരിയസ് ആയി. പിന്നെ അല്ലല്ല, ഞാൻ ഇവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞു, നീ നീനയോട് പറയുന്ന നീന ഒരിക്കലും അത് വിശ്വസിക്കില്ല. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ സംസാരിച്ച കുട്ടി വന്നിട്ട് നമ്മളുടെ ഈ ചാനലിന്റെ ആങ്കറായ മെഹറാണ്. ഞാൻ കുട്ടിയുടെ കൊടുക്കാം. ഹലോ ചേച്ചി. മെഹറിപ്പോ ആരാണ് ഫൂളായത്? ഞാനാണോ? അല്ല, ഇറ്റ് വാസ് റിയലി എന്താ പറയാ, അത് നല്ലൊരു സംഭവമായിരുന്നു. എന്റെ കയ്യില് എനിക്ക് ചേച്ചി സംസാരിച്ചപ്പോ ഞാൻ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ചേച്ചി, ഇവര് ശരിക്കും എങ്ങനെ ലൊക്കേഷനിൽ ശരിക്കും വില്ലന്മാരാണോ? അയ്യോ, പാവങ്ങളാ. പാവങ്ങളാണ്. നീന എന്നെ കുറിച്ച് പറ നീന. ഇതിക്കുള്ളിൽ എന്താ വേണം? ഈ അമ്മയും മോനും പ്രത്യേകിച്ച് ഭയങ്കര ഡ്രാമ ക്വീനും ഡ്രാമ കിങ്ങും ആണ്. അതെ. ഓക്കെ ചേച്ചി. ഇതേ കോള് ഞാൻ ആരെങ്കിലും വിളിച്ച് ചെയ്തെങ്കിൽ പിന്നെ വിശ്വസിച്ചില്ല. അല്ല, നീന ലോക നടിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, താങ്ക് യു നീന. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. അയ്യോ, ഞാൻ വേർത്തു പോയി. ഞാൻ എന്തോ പറഞ്ഞു, ആരെ വേണേയും പറ്റിക്കും, പക്ഷെ നീനെ പറ്റിക്കാൻ വെരി ഡിഫിക്കൽട്ട് അല്ലേ? അതായത് കറക്റ്റ് ആയിട്ട് സെൻസോടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സിറ്റുവേഷൻ അനുസരിച്ച് സംസാരിക്കാൻ എനിക്ക് കൃത്യമായിട്ട്. സോറി, എല്ലാരും വിചാരിക്കും നീന ഞാൻ നീനയാന്നാണ് വിളിക്കുന്നത്. നീനു അല്ല, നീനാന്ന് വിളിക്കുന്ന ഇഷ്ടം. ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുക, നീനാന്നാണ് വിളിക്കുക. മലയാള സിനിമയിലെ യുവനടിമാരിൽ ഒരാളെ ആകാശിന് വേണ്ടി ആലോചിച്ചാൽ സ്മിത ചേച്ചി ആരെയായിരിക്കും കണ്ടെത്തുക? എനിക്ക് ഇവന് പറ്റിയ ഒരാളും ഉണ്ടെന്ന് തോന്നുന്നില്ല.
എന്നാ ബോളിവുഡ് വേണോ? അതാ ഞാനിപ്പോ ആലോചിക്കുന്നത്, ഇവനെ ചേരാൻ പറ്റിയ ഒരാളും ഇല്ല. എന്നാലും ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആരായിരിക്കും കണ്ടുപിടിക്കുക? റീസെന്റ്ലി ഉള്ള ആൾക്കാരാണോ? ചേട്ടൻ ആരെയും തോന്നിയേക്കുന്നത് എനിക്ക് മാച്ച് ആവുന്ന ഒരു അല്ല, ഇത് ഫോർ ഫൺ. ഓക്കെ, കല്യാണം കഴിച്ചവരെയും പറ്റുമോ? അവരുടെ ഭർത്താക്കന്മാര് ചോദിച്ചു തരും കേട്ടോ. അയ്യോ, ഒന്ന് തുടങ്ങാം. ഒരാളെ ഒരാളെ പറ്റത്തില്ല, കാരണം യുവനടി വിത്തൗട്ട് മാരേജ്. ഈ കെട്ടിയതിനൊന്ന് പ്ലേസ് എനിക്ക് തരാം. നിനക്ക് ഒരാളെ ഇഷ്ടമാണോ? എനിക്ക് അവരെ അറിയാം. അല്ല, സോറി, ഇതില് എന്റെ ഗസ് ഒരിക്കലും നടക്കത്തില്ല. ഓക്കെ, അടിപ്പാവി, ഞാൻ എപ്പോ പറഞ്ഞതല്ല. അതൊരു പ്രത്യേക അവസരത്തിലായിരുന്നു. നോക്കട്ടെ ചേട്ടൻ ആരാ എഴുതിയേക്കുന്നേ? നമിത. അവിടെ ആരാ? നമിത. ഇത് ഒരിക്കലും കോപ്പി അല്ല കേട്ടോ. എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമിത പ്രമോദിന് ഇഷ്ടാണെന്നോ? നീ ഓർക്കുന്നില്ല? കയ്യിന്ന് പോയി. സീരിയസ്ലി കാണുന്നുണ്ടോ? മൈൽസ്റ്റോണിന്റെ സ്ഥിരം പ്രേക്ഷകയാണ് നമിത ചേച്ചി. ആണോ? ദൈവമേ, അയ്യോ, ഇത് പക്ഷെ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയാം. അയ്യോ, ഞങ്ങൾ രണ്ട് ഒരിക്കലും ചേരില്ല. പക്ഷെ ഇത് എങ്ങനെ ചേർന്ന് എനിക്ക് മനസ്സിലാവുന്നു. പക്ഷെ ഇത് കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ ഇല്ല. നമിത ഈക്വൽ ആൻസർ ആണ്. അപ്പം ഇനി ഒരു ആൻസർ കൂടെ കറക്റ്റ് ആക്കിയ പൈസ വരും. കാസ് കയ്യില കാസ് വായില ദോശ. കാസ് കൂടെ കാസ് കൂടെ. അല്ല, ഇവൻ ഭയങ്കര ഡേഞ്ചർ ആണ്. കയ്യില കാസ് വായില ദോശ. ചേട്ടാ ചിരിച്ചാലും പെട്ടെന്ന് അങ്ങോട്ട് നോക്കി പറ. ഓക്കേ, ഇറ്റ്സ് ഓക്കേ, വിട്ടേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എമ്പുരാൻ സിനിമയിലെ പ്രിയദർശിനിയായി സ്മിത ചേച്ചി അഭിനയിക്കുവാണെന്ന് കരുതുക. ഓക്കെ, മകളായി പത്തരമാരിലൊരു നടിയെ തിരഞ്ഞെടുക്കുക. ആരായിരിക്കും തിരഞ്ഞെടുക്കുക? അയ്യോ, ഞാൻ എഴുതിയില്ല. എഴുതിയോ? നോക്കട്ടെ, ഇവിടെ കാണിച്ചു. ഇവിടെ എന്താ? നന്ദു.